വരികയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം നടന്നത്. എയ്ഡ്സ് രോഗികളുടെ പുനരധിവാസത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. G20 ഉച്ചകോടി നടക്കുന്ന കാനിലെ സമ്മേളനത്തിനിടയിലാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിവിധ സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമ്മേളനം നടത്തിയത്. മുൻകൊല്ലങ്ങളിൽ നടത്തിയ G20, G8, UN ഉച്ചകോടികളിലെ വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ പാലിച്ചിട്ടില്ലെന്നും ഇത്തവണത്തേതും പ്രഹസനമാണെന്നും ആരോപിച്ചായിരുന്നു സന്നദ്ധ സംഘടനകളുടെ പ്രതിഷേധം. 2005 ഫ്രാൻസിൽ തന്നെ നടത്തിയ G8 സമ്മേളനത്തിൽ ലോകത്തെ മുഴുവൻ എയ്ഡ്സ് ബാധിതരായ ആളുകൾക്കും സമ്പൂർണ്ണ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്നും അടുത്ത 30 വർഷത്തിനുള്ളിൽ എയ്ഡ്സ് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും പ്രമേയം പാസാക്കി പിരിഞ്ഞെങ്കിലും യാതൊരുവിധ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്ന് ഇവർ ആരോപിക്കുന്നു. Also to denounce the universal access to treatment that was announced in 2005. It is still a dream for a lot of people. Today there is 1 people on 3 that have access to treatment. പ്രതീകാത്മകമായി മിസ് പ്രോമിസസ് എന്ന പേരിൽ ഒരു യുവതിയെ അവതരിപ്പിച്ചു, ബാനറുകൾ പ്രദർശിപ്പിച്ചു, ഡോക്ടറുടെയും രോഗിയുടെയും വേഷം ധരിച്ചുമൊക്കെയാണ് സംഘടനകൾ പ്രതിഷേധം നടത്തിയത്. ഇത്തവണത്തെ G20 ഉച്ചകോടി സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ് ചർച്ച ചെയ്യുന്നതെന്നും ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. എല്ലാ ഉച്ചകോടികളും വൻതോതിൽ പണം ചെലവഴിച്ച് ധൂർത്ത് നടത്തുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. G20 ഉച്ചകോടിക്കെതിരെ വിവിധ തലങ്ങളിൽ പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള ചർച്ചകൾ മാത്രമാണ് ഉച്ചകോടിയിൽ നടക്കുന്നതെന്നും ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്നും സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. HIV ബാധിതരായ കോടിക്കണക്കിന് ആളുകൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള തീരുമാനങ്ങളും ഉച്ചകോടിയിൽ ഉണ്ടാകണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഉച്ചകോടി നടക്കുന്ന ഫ്രാൻസിലെ കാനിൽ നിന്നും KKNS ഇന്ത്യ വിഷൻ.